ഈശോയിൽ സ്നേഹമുള്ളവരെ, പെസഹ വ്യാഴാഴ്ചയുടെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് സ്നേഹപൂർവ്വം നേരുന്നു. വിനയത്തിൻ്റെ മാതൃക നൽകി വിശുദ്ധ കുർബാന സ്ഥാപിച്ച് പൗരോഹിത്യത്തെ അതിനുവേണ്ടി നിയമിച്ചാക്കിയ യേശുവിൻ്റെ വലിയ മാതൃകയാണല്ലോ നമ്മളിന്ന് ഓർക്കുക. യഹൂദന്മാരുടെ പതിവനുസരിച്ച് ആതിഥേയൻ ഒരടിമയെ പ്രത്യേകമായിട്ട് സജ്ജീകരിച്ച് ആ അടിമയാണ് വരുന്ന ഗസ്റ്റുകളുടെയൊക്കെ കാലുകൾ കഴുകുക. അങ്ങനെ കാല് കഴുകി ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന അതിഥികളുടെ ശിരസ്സിൽ ആതിഥേയൻ സുഗന്ധം ചാർത്തുന്നു. ഇതാണ് അവരുടെ പൊതുവായ ഒരു പതിവ്. ശിഷ്യന്മാരുടെ മനസ്സിൽ വലിയൊരു ക്രൈസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്നത്തെ വലിയ ഫീസ്റ്റിന്, വലിയ ഒരു ആഘോഷത്തിന് യേശു തങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ആരാണ് അവിടെ കാല് കഴുകുക? അടിമയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടാകുമോ? ഇങ്ങനെയൊക്കെ ചിന്തകളായിരിക്കും അവരുടെ മനസ്സിലുണ്ടാകുക. കാരണം ആരാണ് തങ്ങളിൽ വലിയവൻ എന്നുള്ള വാഗ്വാദം, വലിയ ചർച്ചയൊക്കെ അവരുടെ ഇടയിലുണ്ട്. അപ്പോൾ കാല് കഴുകുന്ന വാതിൽപ്പടിയിലെ അടിമയാകാൻ ആരാണെന്ന് തയ്യാറാകുക? ഇതാണ് ഈശോ ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. കർത്താവ് തന്നെ കാല് കഴുകാൻ ആരംഭിക്കുമ്പോൾ ശിഷ്യന്മാരുടെ മനസ്സിലുള്ള സംഘർഷം ഒന്നുകൂടി കൂടുകയാണ്. കാരണം കർത്താവ് ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല ഇതെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ യേശു നൽകുന്ന മാതൃക തങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ്. പത്രോസിൻ്റെ അടുത്ത് വരുമ്പോൾ പത്രോസ് തടസ്സം പറയുന്നത് നമ്മൾ കാണുന്നു. പത്രോസ് എപ്പോഴും വാക്കുകളിലെ ധാരാളിയാണ്. വാക്കുകൾ കൊണ്ട് ഏറെ പറയാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്, പക്ഷേ പ്രവൃത്തിയിലേക്ക് ഒന്നും വരുന്നില്ല. പല പല സംഭവങ്ങൾ നമ്മൾ കാണാം. മറ്റുള്ളവരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ പത്രോസ്, ക്രിസ്തു എല്ലാം വ്യക്തമായി പറഞ്ഞ് സഹിക്കേണ്ടി വരും, മരിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന പത്രോസ്. ആ പത്രോസ് പറയുകയാണ്, തീർച്ചയായിട്ടും നീ എൻ്റെ കാലുകൾ കഴുകണ്ട എന്ന്. അപ്പോൾ ശിഷ്യന്മാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അവർ പത്രോസ് പറയുന്നത്. പത്രോസിന് മാത്രം മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല. എളിമപ്പെടാൻ, ഒരു ദാസൻ്റെ രൂപം സ്വീകരിക്കാൻ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ഈ ശിഷ്യന്മാരെ, പത്രോസിനൊക്കെ മാറ്റി നിർത്തി അവരൊന്നും പഠിച്ചില്ലല്ലോ എന്ന് നമ്മൾ മാറ്റി നിർത്തി പറയാറുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ പ്രതിനിധികളാണ് ആ ശിഷ്യന്മാർ. നമ്മുടെ പ്രതിനിധിയാണ് പത്രോസ്. നമ്മളും പത്രോസിനെ പോലെ തന്നെയാണ് പെരുമാറുക. എളിമയോടെ യേശുവിൻ്റെ മാർഗം സ്വീകരിക്കാൻ, യേശുവിനെ പോലെ കാല് കഴുകാൻ, വിനീത ഹൃദയത്തോടെ വ്യാപരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യവും ഒന്നാമത്തെ ചിന്തയും. ഈ പെസഹാദിനത്തിൽ രണ്ടാമത്തെ ചിന്ത യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 13-ാം അധ്യായം 1-ാം വാക്യത്തിലുള്ളതാണ്. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അവസാനം വരെ എന്ന് പറയുമ്പോൾ തേലോസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് ഗ്രീക്കിൽ. അതിനെ മുഴുവനായി സ്നേഹിച്ചു, അല്ലെങ്കിൽ അവസാനം വരെ സ്നേഹിച്ചു എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെയുണ്ട്. യേശുവിൻ്റെ സ്നേഹത്തിലൊരു കുറവില്ല. അവിടുന്ന് പൂർണ്ണമായിട്ട് നമ്മൾ സ്നേഹിച്ചു. നമ്മുടെ സ്നേഹത്തെപ്പറ്റി ചിന്തിക്കാനുള്ള ദിവസമാണിന്ന്. പത്രോസ് യേശു തൻ്റെ അടുത്തെത്തിയപ്പോൾ, കാല് കഴുകാനായിട്ട് അടുത്തെത്തിയപ്പോൾ തടസ്സം പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ സംസാരിക്കുന്നുണ്ട്. ഈശോ ഉത്തരമായിട്ട് പറയുന്നു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. വീണ്ടും നമ്മൾ മറ്റൊരു ഗ്രീക്ക് വാക്കുകൂടി ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. പങ്ക് എന്ന് പറയുമ്പോൾ ഇവിടെ മെറോസ് എന്നുള്ള വാക്കാണ്, ഷെയർ. യേശുവുമായിട്ട് എനിക്കൊരു ഷെയറില്ല, ബന്ധമില്ല, ഒരു ഓഹരിയില്ല. അപ്പോൾ യേശുവുമായിട്ട് പൂർണ്ണമായിട്ടും അകന്നിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ പറയുക. അപ്പോൾ കാല് കഴുകി കർത്താവ് നമ്മെ ശുദ്ധരാക്കുന്നു, വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നമ്മെ നയിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും
ഈശോയുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പങ്ക് എനിക്ക് നൽകുന്നു എന്നുള്ള സത്യം നമ്മൾ ഓർക്കണം. അപ്പോൾ ഇത് രണ്ടും ബന്ധപ്പെട്ടതാണ്. വലിയ സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ അടയാളമാണെങ്കിലേ നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവൻ്റെ പാദം കഴുകാൻ തയ്യാറാകണം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 11-ാം അധ്യായത്തിൽ നിന്നുള്ള വചനങ്ങളാണ്. പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, അന്നത്തെ കാലഘട്ടത്തിൽ വിജാതീയ യാഗപീഠങ്ങളിൽ നിന്ന് അവർ കാഴ്ചകൾ സ്വീകരിക്കുന്നു. ആ ദേവന് അർപ്പിക്കപ്പെട്ടത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ ദേവനുമായിട്ടുള്ള ഒരു താതാത്മ്യപ്പെടലാണ് അർത്ഥമാക്കുക. യേശുവിൻ്റെ അൾത്താരയിൽ നിന്ന് യേശുവിൻ്റെ ശരീരം സ്വീകരിച്ചാൽ യേശുവുമായിട്ടുള്ള ഒന്നാകലാണ് അർത്ഥമാകുക. അതുകൊണ്ടാണ് ശ്ലീഹ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തിരുശരീരത്തിൻ്റെ, തിരുരക്തത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാതെ വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നവർ, അവരെ പറ്റിയിട്ടാണ് പറയുക. അവരുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടാകുന്നത്? ദുർബലരും രോഗികളുമായിട്ടിരിക്കുന്നു, പലരും മരിച്ചു പോയിരിക്കുന്നു. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിൻ്റെ വ്യക്തി ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. നിൻ്റെ സംസാര ശൈലി, നിൻ്റെ ധനസമ്പാദന മാർഗങ്ങൾ, കുടുംബാംഗങ്ങളുമായി, അയൽക്കാരനുമായി ഉള്ള ബന്ധം, മറ്റുള്ളവരെ പറ്റി നിനക്ക് നല്ലത് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇങ്ങനെ നിൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന വരുത്തുന്ന മാറ്റങ്ങൾ, അതിനെ പറ്റിയിട്ടുള്ള ഒരു വിചിന്തനം, ഒരു ആത്മവിമർശനത്തിനുള്ള ഒരവസരം കൂടിയാണ് ഈ ദിവസം എന്നോർക്കുക. ഒപ്പം തന്നെ ശ്ലീഹ വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഭിന്നിപ്പുകൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷമാകണം. വിശുദ്ധ കുർബാന നമ്മെ ഒന്നിപ്പിക്കണം. കുർബാനയുടെ പേരിൽ തന്നെയുള്ള ഭിന്നിപ്പുകൾ നമുക്കറിയാം. നമുക്കിന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ പ്രതീകമാണ്, അവസരമാണ്, ഉദാശയാണ്. നമ്മെ ഒന്നിപ്പിക്കുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ, നമ്മുടെ സമൂഹ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ ഈ വിശുദ്ധ കുർബാന ഇടയാകട്ടെ. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദീപികാരുടെ നാഥന് വിട്ടുകൊടുക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.